ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. 2000 സ്ക്വയർ ഫീറ്റിലാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഹോം ടൂർ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ബോക്സ് ഡിസൈനിൽ വരുന്ന ഒരു പ്രൊജക്ഷൻ വർക്കുകളൊക്കെ നിറയെ കൊടുത്തിട്ട് ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയിൽ എക്സ്റ്റീരിയർ ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടാണ്. ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പാരപ്പറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കിൽ സ്റ്റെപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റും അതുപോലെ തന്നെ ഫ്ലോറിൽ വൈറ്റ് ടൈലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് രണ്ട് ചെയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ മുകളിൽ നല്ലൊരു കാലിഗ്രാഫിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ലിവിങ് ഏരിയയിലോട്ടാണ്. അവിടെ നല്ല ഭംഗിയായി തന്നെ ഒരു സോഫ സെറ്റി, ഒരു പേസ്റ്റൽ കളർ തീമിൽ ഒരു സോഫ സെറ്റി എൽ ഷേപ്പിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിവിങ് റൂമിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ ഒരു ഷെൽഫ് പോലെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്, ഒരു പാർട്ടീഷൻ പോലെ. പിന്നെ അതാ ഈ കാണുന്ന ഡോറ് വരുന്നത് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തോട്ട്, ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളതും അവിടെ തന്നെയാണ്. ഈ ഒരു വീടിൻ്റെ ഹാളിലെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ടും ഹൈലൈറ്റായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു റെയിലിങ്ങും ആ ഒരു ഷേപ്പും ആ ഒരു രണ്ട് ലാൻഡിങ്ങൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഷേപ്പും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായി തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഒരു റെയിലിങ് തന്നെയാണ്, ആ ഒരു ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു റെയിലിങ് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ഒരു ഏരിയയൊക്കെ ഫുള്ള് അത് തന്നെ, ആ ഒരു ഭാഗം തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല ഒതുക്കത്തിലുള്ളൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെയറിലൊക്കെ കുഷ്യനൊക്കെ വരുന്ന രീതിയിൽ നല്ല ഭംഗിയായി തന്നെ ആ ഒരു ഡൈനിങ് ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 6 സീറ്റ് വരുന്ന ടേബിളാണ് കേട്ടോ. 8 സീറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, രണ്ട് സൈഡിലും കൂടെ കൊടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ TV യൂണിറ്റ് ആണെങ്കിലും ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ നല്ല ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്ക് പ്രസ്സിങ് ആണ് കേട്ടോ. കളർ തീം ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിലാണ് മൊത്തം ചെയ്തെടുത്തിട്ടുള്ളത്. കിച്ചണിലോട്ടും ബെഡ്റൂമുകളിലോട്ടൊക്കെ ഉള്ള ഡോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളതും ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്തായിട്ടാണ്. നല്ല ഭംഗിയായി തന്നെയാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്ത് അതിൻ്റെ താഴെയെല്ലാം സ്റ്റോറേജൊക്കെ വരുന്ന രീതിയിൽ നല്ല സൗകര്യപൂർവ്വം ചെയ്തെടുത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്ത് നല്ലൊരു മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വാഷ് ഏരിയനോട് ചേർന്നിട്ട് കാണുന്ന ഈ ഒരു ഡോറുണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിനകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫ്ലോറിൽ ടൈൽ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റിൽ ഡിസൈൻ വരുന്ന ടൈലാണ്. പിന്നെ കട്ടിൽ ആ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എതിർവശത്തായിട്ട് ഇങ്ങനെ വാർഡ്രോബ്, അതുപോലെ ഒരു ഡ്രസ്സിങ് യൂണിറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളർ തീം ആ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്നാണ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നല്ലൊരു മിററൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ കട്ടിൽ ഈ ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. വിൻഡോക്കെല്ലാം തന്നെ ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഇങ്ങനെ മനോഹരമായി തന്നെ സീലിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട് ജിപ്സം വർക്ക് ചെയ്തിട്ട്. ഈ ഒരു ഇൻറ്റീരിയറിന് ചേരുന്ന കളർ തീമിലാണ് ആ ഒരു കർട്ടൻ്റെ ആ കളർ തീം, ആ ഒരു ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഡാർക്ക് ആൻഡ് വൈറ്റ് കളർ കോംബോ ആണ് ബാത്റൂമിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെയും ഒരു ചെറിയൊരു കോർണർ വാഷ് ബേസിനും മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്.
ഇനി ഇവിടെ താഴത്ത് ഒരു ബെഡ്റൂമും കൂടെയാണുള്ളത്. 2 ബെഡ്റൂമുകളാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമാണെങ്കിലും സെയിം ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ടൈലിൻ്റെ ഫ്ലോറിങ്. പിന്നെ ബെഡ് ഏരിയ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ജിപ്സം വർക്ക് ചെയ്തിട്ട് സീലിങ്ങൊക്കെ വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ട് ആ ഭാഗത്ത് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയും വിൻഡോക്ക് ആ ഒരു സെയിം കളർ തീമിലുള്ള ബ്ലൈൻഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മറ്റേ ബെഡ്റൂമിന് കണ്ട ഒരു ബ്ലൈൻഡ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വാർഡ്രോബ് ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളർ തീം തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, ഒരു മിറർ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ബാക്കി ബെഡ്റൂമുകളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്സ്റ്റെയറിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് കയറുന്ന ഭാഗത്ത് കണ്ടില്ല, ഇങ്ങനെ പർഗോള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹാളിൻ്റെ ഭാഗത്തോട്ട്. ഇവിടെ സ്റ്റെപ്പുകളിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റും അതുപോലെ സൈഡിലെല്ലാം വൈറ്റ് ടൈലുമാണ് സ്റ്റെയർ കേസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. റെയിലിംഗ് പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലാൻഡിങ്ങിൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങനെ ഒരു പർഗോള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് കയറി നമ്മൾ വന്നു കഴിഞ്ഞാൽ വലിയ വിശാലമായിട്ടുള്ള ഹാളൊന്നും കൊടുത്തിട്ടില്ല. സ്റ്റെയർ കേസ് ഈ ഒരു രൂപത്തിൽ നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ മുകളിൽ വരുന്നത് ഒരു പാസേജാണ് കേട്ടോ. വലിയ ഹാളായിട്ടൊന്നും വരുന്നില്ല. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു ഡൈനിങ് ടേബിളൊക്കെ വരുന്ന ഒരു ഏരിയ ഹാളിങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയും മൊത്തത്തിൽ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പാസേജ് പോലെ മൊത്തം ഈ ഒരു ഭാഗം റെയിലിങ് കൊടുത്തിട്ട് അങ്ങനെയാണ് ആ ഒരു സ്റ്റെയർ കേസ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഹാളിൻ്റെ പോർഷനൊന്നും മുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ റൂമിലോട്ടൊക്കെ പോകാനുള്ള ഒരു പാസേജ് പോലെ അങ്ങനെ ചെറിയൊരു ഏരിയയാണ് കേട്ടോ പുറത്ത് വരുന്നത്. ഇതിലിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ ഒരു എൻഡിങ് ഇതാ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നല്ലൊരു ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. 2 സൈഡിലും ആ ഒരു റെയിലിങ്ങിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ. ഈ ഭാഗത്തോട്ട് വരുന്നത് നമ്മൾ ആ ഒരു ലിവിങ് റൂമിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വരുന്നുള്ള ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗമല്ല, അതാണ് കേട്ടോ. ആ ഭാഗത്തും ഒരു പർഗോള വിൻഡോ വരുന്നുണ്ട് ലിവിങ് ഏരിയയുടെ ഭാഗത്ത് ഡബിൾ ഹൈറ്റിൽ. അപ്പോൾ ഇവിടെ നിന്നും താഴത്തോട്ട് നോക്കിയാൽ ആ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗം നമുക്കിങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് മുകളിൽ ഹാളിൻ്റെ ഭാഗം വരുന്ന ഒരു പോർഷനിലുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് ഈ കാണുന്ന ഡോറുണ്ടല്ലോ, ഇത് ഫ്രണ്ടിലെ ആ ഒരു പാരപ്പറ്റിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാരപ്പറ്റ് ഡിസൈൻ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് വരുന്നത്. ആ ഒരു സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും ആ ഒരു പാരപ്പറ്റിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വാൾ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നല്ല ഭംഗിയായിട്ട് കാണിക്കുന്ന ഒരു വാൾ ക്ലാഡിങ് ആണിത്. അവിടെ തന്നെ ആ ഒരു ക്ലാഡിങ്ങിനോട് ചേർന്ന ഒരു പ്രൊജക്ഷൻ വർക്കും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ആ ഒരു ക്ലാഡിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ അപ്സ്റ്റെയറിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ്. ആ ഒരു 2 ബെഡ്റൂമുകൾ നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു പാസേജിൻ്റെ ആ ഒരു അറ്റം കണ്ടില്ലേ, നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുന്ന ഒരു ഭാഗം, അവിടെയാണ് ഒരു ബെഡ്റൂം. പിന്നെ അതാ ഈ ഭാഗത്തായിട്ട് കാണുന്നില്ലേ ഈ ഡോറ്, ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫ്ലോറിങ് സെയിം ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വിൻഡോസ് എല്ലാം തന്നെ ബ്ലൈൻഡ്സ് കൊടുത്തിട്ട് അങ്ങനെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതാ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്താണ് ഇതിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡോറൊന്നും കൊടുത്തിട്ടില്ല. മുകളിൽ ഇതാ സീലിങ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഭാഗത്തായിട്ട് ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ഈ ഡോറ് കാണുന്നില്ലേ, ഇത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയും ആ ഒരു ബാൽക്കണി. ആ ഒരു ബാൽക്കണിയാണ് ഒരു പ്രൈവറ്റ് ബാൽക്കണി ആ ഒരു റൂമിന് മാത്രമായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം ദാ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കണമെങ്കിലൊക്കെ നല്ല സുഖമാണ് ബെഡ്റൂമിൽ നിന്ന്. പിന്നെ ഈ ഒരു ബെഡ്റൂമാണെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ബാത്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബാത്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വാള് ഡാർക്ക് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഭാഗം ലൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോർണർ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു ബാത്റൂമായിട്ട് നല്ല എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമും കൂടെയാണ് മുകൾ ഭാഗത്തുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയും സീലിങ്ങൊക്കെ ആ ഒരു ജിപ്സം വർക്ക് കൊണ്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിൻഡോ ഒക്കെ എല്ലാം സെയിം ലൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങും സെയിം തന്നെയാണ്. വാർഡ്രോബിൻ്റെ ഏരിയ ഭാഗത്താണ്. ഇവിടെയും വാർഡ്രോബിന് ഡോറൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഉൾവശം വരുന്നത് ഈ രീതിയിലാണ്. ഇവിടെയും വാഷ് ബേസിൻ യൂണിറ്റും മിറർ യൂണിറ്റും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിനും ഇവിടെ നമുക്കൊരു ഡോറ് കാണാൻ കഴിയും. അപ്പോൾ ഇതിനും ഒരു പ്രൈവറ്റ് ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ ബെഡ്റൂമിനും ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയ ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഈ ഭാഗം ഒരു പ്രൊജക്ഷൻ വർക്കായിട്ട് വന്നിട്ട് അതുപോലെ ഈ റെയിലിങ്ങൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ അത് എക്സ്റ്റീരിയറിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്സ്റ്റെയറിൽ നമുക്ക് കാണാനായിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ബാക്ക് സൈഡിലോട്ട് ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുന്നേ ഞാൻ കിച്ചൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ, ഡീറ്റെയിലായിട്ട് കിച്ചൺ കാണണം എന്നുള്ളവർ. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ്. ഡൈനിങ് ഹാളിൽ നിന്നാണ് വരുന്നത്. ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ വിറകടുപ്പും എല്ലാ സൗകര്യങ്ങളും വരുന്ന രീതിയിൽ ഒരു സിംഗിൾ കിച്ചനായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചനാണ്. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാലും കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ആഷ് കളർ തീമിലാണ് ക്യാബിനറ്റുകൾ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വിറകടുപ്പ്, ഗ്യാസ് സ്റ്റവൊക്കെ ഈ കാണുന്ന പോർഷനിലോട്ടായിട്ട് ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ട് ഈ ഭാഗം ഒരു ഫസ്റ്റ് കിച്ചൻ്റെ പോർഷനായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഫ്രിഡ്ജ്, ഓവനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ കാണേണ്ടവർ ആ വീഡിയോ എടുത്ത് കണ്ട് നോക്കിയാൽ മതി. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്